സെഫാനിയ 3:17 നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട് എന്ന വചനം ഉരുവിട്ടുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നു. എൻ്റെ പേര് ഫെമി സിവി. ഞാൻ കോട്ടയം ജില്ലയിലെ നീഴൂർ മരങ്ങോലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ജൂലൈ 28-നാണ്. ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി കൃപാസനത്തെ പറ്റിയുള്ള കേട്ടുകേൾവി എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവുന്നത്. അതായത് 2020-2021 കാലഘട്ടത്തിൽ. എൻ്റെ അമ്മ ഒരു മാതൃഭക്തയാണ്. എൻ്റെ അമ്മയുടെ കസിൻ സഹോദരിയാണ് കൃപാസനത്തെ പറ്റി ഞങ്ങളോട് പറഞ്ഞു തന്നത്. അമ്മ പലപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും എൻ്റെ കുടുംബത്തിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ +1 കയറിയ സമയത്ത് ആണ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ അന്ന് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നും സ്കൂളിൽ പോണതിന് മുന്നേ തേനും ഉപ്പും ഉപയോഗിച്ചിട്ടേ ഞാൻ സ്കൂളിൽ പോകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് +2-ൽ നല്ലൊരു വിജയം കൈവരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് 18 വയസ്സായി. 18 വയസ്സായപ്പോഴത്തേക്കും എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. അവിടെ പോയി ഡ്രൈവിംഗ് പഠിച്ചു. എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തു. ജൂൺ 20-നായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്, 2024. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. എനിക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ചിൽ കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ടെടുക്കണം. പക്ഷേ എനിക്കത് ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു. എനിക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ എനിക്കത് അറിയത്തില്ല, അമ്മ എന്നെ സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ടെസ്റ്റിൻ്റെ മുന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അമ്മയോട് അന്ന് മൊത്തം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. അവിടെ ചെന്നിട്ട് നമുക്ക് ട്രയൽ എടുക്കാൻ പറ്റും. എന്നാൽ ട്രയലിൽ ഞാൻ 2ഉം 4ഉം എൻ്റെ പാളിപ്പോയിണ്ടായിരുന്നു. അങ്ങനെ മെയിൻ ടെസ്റ്റായി. അതിൽ 2ഉം 4ഉം ഞാൻ എടുത്തു. 4നെ റോഡ് ടെസ്റ്റ് ആയപ്പോഴത്തേക്കും ഹാഫ് ക്ലച്ചിൽ നിർത്തി എടുക്കേണ്ട സംഭവമായി. പക്ഷേ എന്നോട് എൻ്റെ സാറ് ഹാഫ് ക്ലച്ചിൽ നിർത്താൻ പറഞ്ഞിട്ടുമില്ല, എന്നെക്കൊണ്ട് എടുപ്പിച്ചിട്ടുമില്ല. ബാക്കി ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ട് ഹാഫ് ക്ലച്ചിൽ നിർത്തി എടുപ്പിച്ചു. എന്നോട് മാത്രം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് 10 മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു ജർമ്മൻ പഠിക്കണമെന്ന്. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ 2024 മാർച്ചിൽ ഞാൻ ടെൽക്ക് ജർമ്മൻ എക്സാം എഴുതി. പക്ഷേ എനിക്കതിൽ സ്പീക്കിംഗ് മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നോട് അമ്മ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, എന്തിനാ വെറുതെ അച്ഛൻ പറയണത് പോലെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെ ഗോയിത്തെ എക്സാം എഴുതി. പക്ഷേ എനിക്ക് അതിലൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ജൂലൈ 28, 2024 ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എക്സാം എഴുതി ഗോയിത്തെ. പക്ഷേ എനിക്ക് അതിലും കിട്ടിയില്ല. ഞാൻ ഇവിടെ ജപമാല റാലിക്ക് വന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരി അവളുടെ അമ്മച്ചിയും കൂടെയാണ് വന്നത്. ഞങ്ങൾ ജപമാല റാലി പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് നവംബർ 1st വീക്കിൽ എനിക്കൊരു കോള് വന്നു. എൻ്റെ അങ്കിളുടെ കൂട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, മാണി ഗ്രൂപ്പ് എന്നാണ് അവരുടെ പേര്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് മാണി ഗ്രൂപ്പുകാരോട് കോണ്ടാക്ട് ചെയ്തു. അവർ പറഞ്ഞു, എനിക്ക് ജർമ്മനിയിൽ നിന്ന് കോള് വന്നു, എൻ്റെ ലാംഗ്വേജ് അവർ ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് അവർ എനിക്ക് B1 ബാച്ചിലേക്ക് അഡ്മിഷൻ തന്നു. അങ്ങനെ ഞാൻ B1 ബാച്ചിൽ അഡ്മിഷൻ എടുത്തു. അവർ എനിക്ക് ക്ലാസ്സൊക്കെ തന്നു. എന്നിട്ട് അവർ പറഞ്ഞു ജനുവരിയിൽ ഒരു എക്സാം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ OST ജർമ്മൻ എക്സാം എഴുതി. പക്ഷേ എനിക്ക് അതിലും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അപ്പം എന്നോട് എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ വാക്കിൽ വിശ്വസിച്ചു. അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അവിടുത്തെ സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു. എനിക്ക് ആദ്യം ഏപ്രിൽ ഇൻടേക്കിലേക്കായിരുന്നു ഇൻ്റർവ്യൂ വന്നത്. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല, ഏപ്രിൽ ഇൻടേക്കിലേക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ഞാൻ എടുത്തു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ എനിക്ക് ഓഗസ്റ്റ് ബാച്ചിലേക്കുള്ള മെയിൽ വന്നു. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അവരിങ്ങോട്ട് വന്ന് മെയിൽ അയച്ചു, നിങ്ങൾ ഓഗസ്റ്റ് ബാച്ചിലേക്ക് സെലക്ട് ആയി എന്ന് പറഞ്ഞ് മെയിൽ അയച്ചു. അതിനുശേഷം പിന്നെയുള്ള ഘട്ടം എന്ന് പറയുന്നത് വിസയാണ്. അത് എങ്ങനെ കിട്ടും? എന്നോട് ഏജൻസിക്കാരെന്നെ പറഞ്ഞു, അറിയത്തില്ല, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പേടിച്ച് വിസ അറ്റൻഡ് ചെയ്തു. വിസ ഇൻ്റർവ്യൂവിന് പോയി. എനിക്ക് മെയ് 20-നായിരുന്നു വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്.
അങ്ങനെ വിസ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ എനിക്കെല്ലാം ഒറ്റ ഒരാളാണ് വെരിഫൈ ചെയ്ത് തന്നത്. ഒരു ചേട്ടനായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് പെരുമാറിയത്. കൃത്യം വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 12ാമത്തെ ദിവസം എനിക്ക് കൊറിയറിൽ നിന്ന് കോള് വന്നു, പാസ്പോർട്ട് വന്നെന്ന് പറഞ്ഞ്. ഞാൻ പാസ്പോർട്ട് കളക്ട് ചെയ്തു. വീട്ടിൽ വന്ന് തുറന്നു നോക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. വിസ ഇല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടി മോളെ നീ തുറന്ന് നോക്ക്, നീ ഒട്ടും പേടിക്കണ്ട, മാതാവുണ്ട് നിൻ്റെ കൂടെ, എനിക്ക് നല്ല ഉറപ്പുണ്ട് നിനക്ക് അതിൽ വിസ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തുറന്നു നോക്കി, എനിക്ക് അറിയത്തില്ല, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഒരിക്കലും അവർ വിസ തരത്തില്ല. എങ്ങനെ അതിൽ വിസ വന്നു എനിക്ക് അറിയത്തില്ല. അവരെനിക്ക് അതിൽ വിസ അടിച്ചു തന്നു. അതിനുശേഷം എനിക്ക് ഇന്നലെ ടിക്കറ്റ് വന്നു. ഞാൻ ഈ വരുന്ന ജൂലൈ 15-ാം തീയതി ജർമ്മനിയിലേക്ക് പോവുകയാണ്. എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ എനിക്ക് നേടി തന്നേത്. എനിക്ക് മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയാനുള്ളത്. എനിക്ക് ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനായിരുന്നു. എൻ്റെ കുടുംബക്കാരുടെ കളിയാക്കൽ, കൂട്ടുകാരുടെ കളിയാക്കൽ, നീ ഒരിക്കലും പോകത്തില്ലടി എന്ന് പറഞ്ഞ് എന്നോട് പലവരും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് അറിയത്തില്ല, എൻ്റെ മാതാവിനോട് ഞാൻ അത്രയും എൻ്റെ മാതാവ് മാത്രമാണ് എനിക്കിത് എടുത്തത്. ഞാൻ 0 മെറിറ്റാണ്, എനിക്ക് ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഉണ്ടായത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോണ്ടാക്ട് ചെയ്തു. ഞാൻ കുറേ മെയിൽ അയച്ചു, എനിക്കൊന്നും റിപ്ലൈ വന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവ് എനിക്ക് എങ്ങനെയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോള് വന്നു, ഇങ്ങനെ വേക്കൻസി ഉണ്ട്, അത് ഓൺലൈനായിരുന്നു, വേക്കൻസി ഉണ്ട്, കയറാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കയറാമെന്ന് പറഞ്ഞു. പിറ്റേ മാസം തന്നെ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കോള് വന്നു, അത് നിർബന്ധമായിട്ടൊന്ന് വരാൻ പറ്റുമോ, അത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അത് ഓഫ്ലൈനായിരുന്നു. അങ്ങനെ എനിക്ക് ഓഫ്ലൈനുമായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് രോഗശാന്തി എന്ന് പറയാനായിട്ട് എനിക്ക് ഹെമറോയിഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് എനിക്കാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ച് അതെനിക്ക് മാറിക്കിട്ടി. അതുപോലെ തന്നെ എനിക്ക് കാലിൻ്റെ ഉള്ളിൽ ആണീൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു, എനിക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ച് കാല് കെട്ടിവെച്ചതിൻ്റെ ഫലമായി എനിക്കത് മാറിക്കിട്ടി. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്കും സമൂഹത്തിലും എൻ്റെ വീട്ടുകാരുടെ ഇടയ്ക്ക് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ പത്രം കൊടുക്കുമായിരുന്നു. ഞാൻ പത്രത്തിൽ തൈലം തേച്ച് ഞാൻ എൻ്റെ നാട്ടിൽ വീടുകൾ തോറും ഞാൻ കയറി ഇറങ്ങി ആദ്യം കൊടുത്തിരുന്നു. പിന്നെ കടകളിൽ കൊടുത്തിരുന്നു. പിന്നെ വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പത്രപ്രവർത്തനം നടത്തിയിരുന്നു. പിന്നെ ഞാൻ പഠിപ്പിച്ചു തന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലവരൊക്കെ എന്നോട് പറയും, നിനക്ക് എന്നാ കിട്ടിയിട്ടാണ് നീ കൃപാസനത്തെ പറ്റി പറയണേന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം ഞാൻ ഒന്നും മിണ്ടത്തില്ലായിരുന്നു, കാരണം എനിക്ക് അതിന് മാത്രമുള്ള ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് എനിക്ക് പറയാനായിട്ട് ഈ വീഡിയോ യൂട്യൂബിലെങ്കിലും വരുമ്പോൾ ഞാനാണെങ്കിൽ ഇത് അയച്ചു കൊടുത്ത് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന്. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ 1-2 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ലഹരിയുടെ പുറകെ പോവാതെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാതാവും ഈശോയുമായിട്ടുള്ള ഈ ലഹരിയുടെ പുറകെ നിങ്ങൾ പോയി നോക്ക്. നിങ്ങളുടെ ഞരമ്പിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ലഹരി കയറ്റി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ അതിൻ്റെ എഫക്റ്റ് എന്താണ്. 100% ഗ്യാരണ്ടിയോടെ വിജയമാണ് നിങ്ങൾക്ക് മാതാവും ഈശോയും കൈവച്ച് തന്നിരിക്കുന്നത്. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോട് ഈശോയോട് ഒത്തിരിയേറെ നന്ദി പറയുന്നത്. ഞാൻ അത്രയ്ക്ക് കടപ്പെട്ടവളാണ്. എനിക്കിത് ഒട്ടും പറ്റത്തില്ല. ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഒരിക്കലെങ്കിലും ഒരാൾക്ക് കിട്ടുന്നതല്ല. ഇത്ര അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഇനിയും ഈ ഉടമ്പടിയിൽ തുടരും, ഉറപ്പായിട്ടും. 2 മക്കബായർ 6-ാം അധ്യായം 7-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, അവിടത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. ഫെമിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് ഫെമി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള വലിയ ജീവിത സാക്ഷ്യമാണിപ്പോൾ നാം കേട്ടുകൊണ്ടിരുന്നത്. ഒരു ജർമ്മൻ ലാംഗ്വേജ് ടെസ്റ്റ് അറ്റംപ്റ്റ് ഇല്ലാതെ വിസ ഇൻ്റർവ്യൂ പാസ്സായ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് ഇന്ന് ഫെമിക്ക് നമ്മോട് പറയാനുള്ളത്.
തനിക്ക് യാതൊരു മെറിറ്റ് ഇല്ല എന്ന് ഫെമി ഏറ്റുപറയുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ജർമ്മൻ പഠിപ്പിക്കാനുള്ളൊരു കൃപ കൂടിയാണ് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത്. താൻ പഠിച്ചു, നന്നായി പഠിച്ചെങ്കിലും അത് എക്സ്പ്രസ് ചെയ്തപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ മനസ്സിലായി കാണും. അതിനുവേണ്ടി പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയും തൻ്റെ അയോഗ്യതകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരൻ്റെ ഏറ്റവും വലിയ യോഗ്യതയായ തിരുരക്തത്തിൻ്റെ അഭിഷേകമാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്കുള്ള ഏറ്റവും വലിയ യോഗ്യത ഈശോ മാത്രമാണെന്നാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ ഫെമി കടന്നുപോയിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ്, അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ തന്നെയായാലും ആ ഡ്രൈവിംഗ് ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി കൊടുത്തുവോ മകൾക്കത് കൃത്യമായി ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നു. വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് ഇപ്പോൾ ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെ ലഹരി പിടിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ല. യൂത്തിനോടുള്ള വലിയൊരു മെസ്സേജാണത്. ജീവിതത്തെ ഇന്ന് മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ടു പോകുന്ന എല്ലാ മക്കൾക്കുമുള്ള ഒരു വലിയ, ഈ ലോകത്തിലെ എല്ലായിടത്തും എത്തിക്കേണ്ട ഒരു വലിയ സാക്ഷ്യമാണിത്. കാരണം ഈശോ നൽകുന്ന ലഹരിയേക്കാൾ മറിച്ച് ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ലഹരിയേക്കാൾ ഒരപ്പുറത്ത് വേറൊരു ലഹരി നമുക്ക് ലഭിക്കാനില്ല എന്നാണ് ഈ സഹോദരി നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വ്യക്തി ഇവിടെ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കലും കൈവിടില്ല. കൃപാസനത്തിൽ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത് ഒരു നോക്ക് അമ്മയെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ, അതിനുശേഷം തങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും അമ്മയെ ഒരു നോക്ക് കാണാനായി കൃത്യസമയത്ത് ഇവിടെ വന്നു പോകുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാം. ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തി ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയി സ്കാനിങ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് നെഗറ്റീവായിട്ട് റിപ്പോർട്ടുമായി ഓടി വന്നു, എനിക്കിപ്പോൾ സാക്ഷ്യം പറയണം. പക്ഷേ തലേ ദിവസം അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ, ഉടമ്പടി ജീവിച്ചിട്ടില്ല. ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം അവിടെ ഓടി നടക്കുകയായിരുന്നു. എവിടെയാണ് ഈശോ ഇരിക്കുന്നത്? എവിടെയാണ് ഒരു അക്രൈസ്തവനായ വ്യക്തി ഓടി നടക്കുകയാണ്? ഈശോ എവിടെയാണ്? പരിശുദ്ധ അമ്മ എവിടെയാണെന്ന് ഓടി നടന്ന് നോക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതുപോലെ കൃപാസനത്തിൽ എന്തെങ്കിലും ഒരു തവണ കാലുകുത്തുന്ന വ്യക്തികളാണ് വളരെ നെഗറ്റീവ് അടിച്ചിരുന്ന ജീവിച്ചിരുന്ന വ്യക്തികൾ, ഡിപ്രഷനിലേക്ക് കടന്നുപോയവർ, സാമ്പത്തിക തകർച്ചകൾ അനുഭവിച്ചവർ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെല്ലാം ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സ്ഥലമാണ് കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത. ഈശോയുടെ അനുഗ്രഹങ്ങളും തിരുരക്തത്തിൻ്റെ സംരക്ഷണവും നമുക്കെപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കാം. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും നിത്യതയോളം നമുക്ക് ഈശോയുടെ കൂടെ ഇരുന്ന് നമുക്ക് മറ്റുള്ളവർക്കായി നന്മകൾ പറയുകയും നന്മ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു വലിയ ജീവിതാനുഭവത്തിലേക്ക് കടന്നു വരാം. ഫെമിയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.